പണ്ടില്ലേ കുറേ പണ്ടേ സ്കൂളിലെല്ലാം പോകുന്ന ടൈമിൽ ഞാനും എൻ്റെ ബ്രദറും ഇല്ലേ 3 നേരവും തന്നാ വെട്ടി വീങ്ങ് തിന്ന സാധനമാണ് കേട്ടാ ഈ ഒരു മാഗി. ആ ഒരു ടൈമിലില്ലേ 5 റുപ്യ ഉണ്ടായത് ഇപ്പോൾ 5 അല്ല 10 അല്ല 15 ആയിട്ടാ സെയിം ആ ഒരു പാക്കറ്റിന്. അതൊക്കെ ഒരു കാലം. അതിനുശേഷമില്ലേ ഞാനും മോൻ സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനം വാങ്ങാനുണ്ടായിന്. അപ്പം ഞാൻ എൻ്റെ മോനിക്ക് കുറച്ച് സാധനം വാങ്ങുന്ന തിരക്കില്ലാന്നുണ്ടായത്. ആ ഒരു ടൈമിൽ മാഗിൻ്റെ സെക്ഷൻ നോക്കി ഉമ്മ പറയുന്നു, എന്താ ഇൻഷാ നീ മാഗി ഒന്നും എടുക്കാത്തത്, പണ്ട് നീ എത്ര മാഗിയെല്ലാം ഉണ്ടാക്കി തിന്നുണ്ടായിരുന്നു. ആ ഒരു ടൈമിലാണ് കേട്ടോ ഞാൻ പോലും ചിന്തിക്കുന്ന സത്യം, ഞാൻ എത്ര മാഗി തിന്നുന്നുണ്ടായിന്. അപ്പോൾ നമ്മളെത്ര വലുതായാലും നമ്മൾ ഉമ്മാമാരെ മനസ്സിലാവും മാഗി തിന്നുന്ന ചെറിയ പിള്ളേരാണല്ലോ അമ്മോ. ഉമ്മാൻ്റെ വാക്കും കേട്ടിട്ട് ഞാൻ പാടുന്ന് പൊക്കിക്കൊണ്ടത് സാധനമാണ് കേട്ടോ ഈ ഒരു മാഗി. പണ്ടത്തെ ആ മഞ്ഞ മാഗി അന്നായാലും ഇന്നായാലും ഉണ്ടാക്കുന്ന രീതി ഒരേപോലെയാണ് കേട്ടോ. കുറച്ച് ഓയിലിടുക, അതൊന്ന് ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉള്ളി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക, തക്കാളി ഇടുക, അത് നല്ലോണം വേവിച്ചെടുക്കുക, അതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കുക. വെള്ളം ഒന്ന് തിളച്ചു വന്നു കഴിഞ്ഞാലേ ഇതിലേക്ക് എക്സ്ട്രാ മസാല പൗഡേഴ്സ് ആയിട്ട് കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല പൗഡറെല്ലാം ഇട്ടെടുക്കും. പിന്നെ കുറച്ച് മാത്രം ഉപ്പിട്ടാൽ, കാരണം മാഗി മസാല ഓൾറെഡി ഉപ്പുണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് ഇട്ടെടുക്കും. പിന്നെ ഈ ഒരു മാഗിയെല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ചെറുതായിട്ട് വെന്ത് വരില്ലേ, ആ ഒരു ടൈമിലാണ് കേട്ടോ ഞാൻ മാഗി മസാല പൗഡർ ഇട്ട് കൊടുക്കല്. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കേട്ടോ എനിക്ക് നല്ലോണം ആ ഒരു മസാലൻ്റെ ഫ്ലേവറെല്ലാം മാഗിയിലേക്ക് വരല്. കുറച്ചൊരു ഗ്രേവിയോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു മാഗി ഉണ്ടാക്കൽ. എന്നാലും നമ്മൾ ആ ഒരു പണ്ടത്തെ നോസ്റ്റ് ടേസ്റ്റ് കിട്ടും. ഇതില്ലേ ആ ചൂടോട് കൂടി തന്നെ തോന്നണം കേട്ടോ, അടിപൊളി ടേസ്റ്റ്. അപ്പോൾ ഇഷ്ടമായാലും ഫോളോ ചെയ്യാം.